നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നമ്മുടെ കമ്പനിയുടെ രജിസ്ട്രേഷൻ നടത്തണ്ടേ? അതിനു വേണ്ടിയിട്ട് ഒരു അഡ്വക്കേറ്റിനെ കാണണം, ചില കോൺട്രാക്റ്റ് ഒക്കെ ഉണ്ടാക്കണം. അതിനു മുൻപ് നമുക്ക് ചില കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാക്കണം. എന്ത് തീരുമാനം? മ്യൂസിക് ബിസിനസ് ലാഭമാണെന്ന് പറഞ്ഞ് എന്നെ ഇതിലേക്ക് ഇറക്കിയത് അരുന്ധതി, എന്നിട്ട് ഇപ്പോൾ തീരുമാനം ഉണ്ടാക്കണമെന്നോ? പറയുന്നത് കേക്കു ജഗൻ. ശ്യാമ നമ്മുടെ പിടിയിൽ നിന്ന് പുറത്തുപോയി. ആ ചാർമയുടെ നീക്കങ്ങളും വ്യക്തമല്ല. എന്ത് വ്യക്തമല്ലെന്ന്? ഇപ്പൊ തന്നെ അവളെ വിളിച്ചിട്ട് ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്നാ പറയാ. അവളുടെ പിന്നിൽ എന്തോ രഹസ്യമുണ്ട്, അതുറപ്പാ. ചാർമിനെ കിട്ടാത്തത് കൊണ്ട് 1-2 ഷോസൊക്കെ മാറിപ്പോയി. അപ്പോ അവളെ ഇവിടെ കിട്ടണം അല്ലേ? അതെ, അവളെ ഇവിടെ കൊണ്ടുവരണം. അവളെക്കുറിച്ച് വ്യക്തമായി ഒന്ന് അറിയണം. അതുപോലെ ആ ശ്യാമയുടെ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. ശ്യാമയുടെ കാര്യത്തിൽ ഒരൊറ്റ തീരുമാനമേ ഉള്ളൂ, അവളെ അങ്ങ് അവസാനിപ്പിക്കുക. അത് തന്നെയാണ് ശ്യാമയുടെ കാര്യത്തിൽ തീരുമാനം. ശ്യാമയാണ് വിസ്മയ്ക്ക് വേണ്ടി പാടിയിരുന്നതെന്ന് ലോകത്ത് ആരും അറിയാൻ പാടില്ല. അതെ അങ്കിൾ, അവളെ അവസാനിപ്പിക്കണം. അത് തന്നെയാ വേണ്ടത്. അവളെ ജീവിച്ചിരുന്ന ഒരു പേടി എപ്പോഴും നമ്മുടെ കൂടെ കാണും. രഹസ്യങ്ങളൊക്കെ അവളെ വിളിച്ചു പറയുമെന്ന്. ഒരു രഹസ്യവും അവളുടെ വായിൽ നിന്ന് പുറത്തു വരാൻ പോകുന്നില്ല. അതിനു മുൻപ് തന്നെ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവും. അതുപോലെ തന്നെയാണ് ആ ചാർമിളയുടെ കാര്യം. ആദ്യം അവളെ കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവരണം, എന്നിട്ട് അവളുമായിട്ട് വ്യക്തമായ ഒരു കരാറുണ്ടാക്കാം. സത്യത്തിൽ ഇപ്പോഴാ ഒരു സമാധാനം കിട്ടിയത്. എന്ത് ചെയ്യണം, ഏത് ചെയ്യണമെന്നൊന്നും അറിയാതെ ആകെ കൈവിട്ടുള്ള അവസ്ഥയിലായിരുന്നു ഞങ്ങള്. ഒന്നും പേടിക്കണ്ട, ഞാൻ കൂടെയുണ്ട്. നമുക്ക് ഈ മ്യൂസിക് ബിസിനസ് ഗംഭീരമാക്കണം. ഈ ഫീൽഡിൽ നമ്പർ 1 ആകണം. ജഗൻ കൂടെയുണ്ടെങ്കിൽ നമ്മൾ എന്തും നേടും. ജഗൻ പറഞ്ഞതുപോലെ നമുക്ക് ശ്യാമയുടെ കാര്യത്തിൽ ഒരവസാന തീരുമാനം എടുക്കണം. അവള് പാടാൻ തുടങ്ങിയ പിന്നെ നമ്മുടെ ജീവിതം തന്നെ അവസാനിക്കും. അവളിനി ഒരിക്കലും പാടില്ല. ആ കമ്പനിയുടെ ജോലികളൊക്കെ ശ്രദ്ധിച്ച് ആ വഴി കൂടെ അവളങ്ങ് പോവും. എന്തായാലും ശരി, ശ്യാമയുടെ നീക്കങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഏതെങ്കിലും രീതിയിൽ അവൾ പാട്ടോ സംഗീതമോ ആയി ബന്ധപ്പെട്ടാൽ നമ്മൾ അടുത്ത ചൂട് വെക്കണം. ആദ്യം ആ ചാർമിളയെ പോക്കാം, എന്നിട്ട് അടുത്തത് എന്ത് വേണമെന്നുള്ളത് ആലോചിക്കാം. ശ്യാമയും വസുന്ധരയും തമ്മിൽ അകൽച്ചയില്ല. ആ അകൽച്ച കൂട്ടുന്ന കാര്യം ഐശ്വര്യ നോക്കിക്കോളും. ശ്യാമയെ നമ്മൾ തീർത്താൽ അതിൻ്റെ കുറ്റം കൊണ്ടിടേണ്ടത് വസുന്ധരയുടെ തലയിലായിരിക്കണം. അതിൻ്റെ അടിസ്ഥാനം നമ്മൾ ഇപ്പോഴേ ഉണ്ടാക്കി വെക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.